So our second module is South Asian identities. So South Asian works അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ ഓഥേഴ്സിൻ്റെ വർക്ക്സ് മാത്രമാണ് ഈ മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ടെക്സ്റ്റ് ഇസ് സാദത്ത് ഹസൻ മൻറ്റോസ് ദി ഡോഗ് ഓഫ് തിത്വാൾ. ഓക്കെ, സോ സാദത്ത് ഹസൻ മാൻറ്റോയുടെ ദ ഡോഗ് ഓഫ് തിത്വാൾ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ ഫസ്റ്റ് സ്റ്റോറി ഇൻ സെക്കൻഡ് മൊഡ്യൂൾ. ആൻഡ് ദ സ്റ്റോറീസ് മെയിൻ ക്യാരക്ടർ ഇസ് എ ഡോഗ് ആൻഡ് ഇറ്റ് ഈസ് എ വാർ അറ്റ്മോസ്ഫിയർ. ഒരു വാർ അറ്റ്മോസ്ഫിയർ ആണ് സ്റ്റോറിയുടെ കോണ്ടെക്സ്റ്റ്. ആൻഡ് ദ സെറ്റിംഗ് ഇസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഫസ്റ്റ് 3 paragraphs. Settingly we see India-Pakistan border, and in one mountain Indian soldiers are residing and in the other mountain Pakistani soldiers are residing. So adru India-Pakistan border aanu. There are 2 mountain areas described, and ഓരോ mountain areasilum India's and Pakistan soldiers respectively reside ചെയ്യുന്നുണ്ട് for war purposes. But atmosphere എന്ന് പറയുന്നത് ഒട്ടും അത്ര വയലൻ്റ് അല്ല. ഇറ്റ് ഇസ് എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ബിക്കോസ് നോ വൺ ഈസ് ഹേർട്ടിങ് ഈച്ച് അതർ. ബിക്കോസ് ഈ പറയുന്ന വാർ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാലും രണ്ടുപേരും റിസൈഡ് ചെയ്യുന്നതിൽ നിന്നല്ലാതെ വേറെ ഒരു കൈൻഡ് ഓഫ് ഹേർട്ടിങ് ഈച്ച് അതർ ഒന്നും കാണുന്നില്ല. ആൻഡ് സോൾജേഴ്സ് സ്പെൻഡ് ദ നൈറ്റ് ബൈ ടോക്കിംഗ് ആൻഡ് ഹാവിങ് ടീ ആൻഡ് ദേ ഷെയർ ദി സെയിം റുട്ടീൻ. സോ 2 ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സും അവരുടെ നൈറ്റ് ഷെയർ ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ അവരോട് തമ്മിൽ സംസാരിച്ചും ടീ ഉണ്ടാക്കിയും അത് ഷെയർ ചെയ്തും മ്യൂസിക്കൊക്കെ കേട്ടും മ്യൂസിക് പാടിയും ഒക്കെയാണ് അവരവിടെ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നത്. സോ ബോത്ത് ദ ഗ്രൂപ്പ്സ് ഷെയർ ദ സെയിം റുട്ടീൻ. സോ ബിയോണ്ട് ദ ജോഗ്രഫിക്കൽ ഡിഫറൻസസ് മനുഷ്യരുടെ ജീവിതം എല്ലായിടത്തും ഒരുപോലെയാണെന്നും അവരുടെ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഒരുപോലെയാണെന്നും ഈ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഒക്കെ ഉണ്ടാക്കുന്നത് മെൻ മാത്രമാണെന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾക്ക് ആദ്യത്തെ ഇൻട്രോ പാരഗ്രാഫ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ബേസിക്കലി ഹ്യൂമൻസ് പ്രോബ്ലംസ് ആൻഡ് ഹ്യൂമൻസ് ട്രബിൾസ് ആർ ദ സെയിം ഇൻ എവറി റീജിയൻ. അത് ഏത് ജോഗ്രഫിക്കൽ ബൗണ്ടറി ആണെന്നുള്ളത് അതിനെ വ്യത്യസ്തമാക്കുന്നില്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഐഡിയ ദാറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ ദി സ്റ്റോറി. ദെൻ our main character, the dog, arrives at the Indian camp. And a soldier named Banta Singh finds the dog, and all the soldiers are happy to see the dog and they start to give him biscuits. But Harnam Singh, their Subedar, declares that no biscuit will be given to the dog if he is a Pakistani dog. സോ ഡോഗ് വന്നു കഴിയുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ ഹർനം സിംഗ് എന്ന് പറയുന്ന അവരുടെ സുബേദാർ ഡിക്ലെയർ ചെയ്യുന്നു ഇത് പാകിസ്ഥാനി ഡോഗാണെങ്കിൽ ഈ ഡോഗിന് ബിസ്ക്കറ്റ്സ് കൊടുക്കാൻ പാടില്ല ബിക്കോസ് പാകിസ്ഥാനി ഡോഗ് ഈസ് ആർ എനിമി. സോ ഒരു ബ്ലൈൻഡ് പേട്രിയോട്സിനെ മോക്ക് ചെയ്യുന്ന ഐഡിയ ആണ് നമ്മൾക്കിവിടെ കാണുന്നത്. ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഐഡിയ ദാറ്റ് ഈസ് ബീങ് ഡിസ്കസ്ഡ് ഹിയർ, ദാറ്റ് ഈസ് ബ്ലൈൻഡ് പാട്രിയോട്ടിസം. സോ ഒരു ഡോഗിൻ്റെ പോലും നാഷണാലിറ്റി സെർച്ച് ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് ബ്ലൈൻഡ് പേട്രിയോട്ടിസിനെയാണ് ഇവിടെ മോക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഐഡിയ. സോ ദ നെയിം ദ ഡോഗ് ചപ്പട്ട് ജുൻജുൻ. സോ ആ ഒരു സമയത്ത് അവർ ഡോഗിന് ഒരു നെയിം കൊടുക്കുകയാണ്, ദാറ്റ് ഇസ് ചപ്പട്ട് ജുൻജുൻ. ആൻഡ് ദേ മേക്സ് എ കാർഡ്ബോർഡ് പീസ്. ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് അതിനത് കോളറാക്കിയിട്ട് അതിനകത്ത് എഴുതി വെക്കുകയാണ് ദിസ് ഇസ് ചപ്പട്ട് ജുൻജുൻ ആൻഡ് ഇന്ത്യൻ ഡോഗ്. അതാണ് അവരുടെ കോളറിൽ എഴുതി വെക്കുക. ഡോഗിൻ്റെ കോളറിൽ എഴുതി വെച്ചിട്ട് ഡോഗിൻ്റെ നെക്കിൽ അത് ഹാങ് ചെയ്യുകയാണ്, സേയിങ് ദാറ്റ് ദിസ് ഇസ് ചപ്പട്ട് ജുൻജുൻ ആൻഡ് ഇന്ത്യൻ ഡോഗ്. എവറിബഡി ഈസ് ഇൻ സോ ഇൻ ലവ് വിത്ത് ദ ഡോഗ് ആൻഡ് എവറിബഡി കെയർസ് ഫോർ ദ ഡോഗ്. എല്ലാവരും ഡോഗിനെ കെയർ ചെയ്യുന്നു, ബിസ്ക്കറ്റ്സ് കൊടുക്കുന്നു. ആഫ്റ്റർ ഡിക്ലെയറിംഗ് ദാറ്റ് ഇസ് എൻ ഇന്ത്യൻ ഡോഗ് എല്ലാവരും കെയർ ചെയ്യാണ് ഡോഗിനെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ നൈറ്റ് എൻഡ്സ് and on the next morning we see the Pakistani camp and a dog's voice is heard. A dog's bark is heard. So നമ്മളുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഡോഗ് ഇന്ന് വന്ന് നിൽക്കുന്നത് പാകിസ്ഥാനി ക്യാമ്പിലാണ്. So reading the story we realize that this dog was already there 3 days ago. 3 ദിവസമായിട്ട് പാകിസ്ഥാനി ക്യാമ്പിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നൊരു ഡോഗായിരുന്നു. ആൻഡ് ഫോർ 1 day ദിസ് ഡോഗ് വെൻറ്റ് ടു ഇന്ത്യൻ ക്യാമ്പ് ഫോർ ഫുഡ്. ഇവിടുന്ന് ഫുഡ് തികയാതെ വന്നു കഴിഞ്ഞപ്പോൾ ഡോഗ് വിശപ്പ് കാരണമാണ് ഇന്ത്യൻ ക്യാമ്പിലോട്ട് പോകുന്നത് ടു സെർച്ച് ഫോർ ഫുഡ്. സോ അതിനുശേഷം പാകിസ്ഥാനി ക്യാമ്പിലോട്ട് തിരിച്ചു വരുവാണ്. ആൻഡ് പാകിസ്ഥാനിലെ ക്യാമ്പിലോട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ ദിസ് ബഷീർ എന്ന് പറയുന്ന ആളാണ്, ബഷീർ എന്ന് പറയുന്ന സോൾജിയറാണ് ഈ പറയുന്ന ഡോഗിൻ്റെ അടുത്തോട്ട് പോകുന്നത്. ആൻഡ് ബഷീർ ഫൈൻഡ്സ് ദി കാർഡ്ബോർഡ് പീസ് ആൻഡ് ദാറ്റ് സെഡ് ദിസ് ഇസ് ചപ്പട്ട് ജുൻജുൻ ആൻഡ് ഇന്ത്യൻ ഡോഗ്. സോ ദ പാകിസ്ഥാനി സോൾജിയേഴ്സ് ആർ എൻറേജ്ഡ് ടു സീ ദിസ് കാർഡ്ബോർഡ് പീസ്. കാരണം അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ് ബിക്കോസ് ദിസ് കാർഡ്ബോർഡ് സീസ് ഇറ്റ് ഇസ് എൻ ഇന്ത്യൻ ഡോഗ്. സോ അവരുടെ സുബേദാർ ഹിമ്മദ് ഖാൻ ഹി ഈസ് സോ വയലൻറ്റ് വിത്ത് ആങ്കർ. സോ അതിനുശേഷം ഈ പറയുന്ന കാർഡ്ബോർഡ് പീസ് ഹി ത്രൂസ് ഇറ്റ് അവേ ആൻഡ് ഹി റൈറ്റ്സ് അനദർ കാർഡ്ബോർഡ് പീസ് ദാറ്റ് ദിസ് ഇസ് ഷപ്പട്ട് സുൻസുൻ എ പാകിസ്ഥാനി ഡോഗ്. അങ്ങനെ ഈ കാർഡ്ബോർഡ് പീസിലേക്ക് മാറ്റി എഴുതാണ് ദാറ്റ് ദിസ് ഇസ് ഷപ്പട്ട് സുൻസുൻ എ പാകിസ്ഥാനി ഡോഗ്. And then Himmad Khan sends this dog to the Indian camp so that the Indian soldiers can see this particular cardboard piece. ഈ റൈറ്റിംഗ് കാണാനും ഈ ഡോഗ് ഒരു പാകിസ്ഥാനി ഡോഗാണെന്ന് ഡിക്ലെയർ ചെയ്യാനും അതിനു വേണ്ടിയിട്ട് ഹിമ്മദ് ഖാൻ ഈ ഡോഗിനെ ഇന്ത്യൻ ക്യാമ്പിലോട്ട് അയക്കുകയാണ്. ആൻഡ് ദ ഡോഗ് റൺസ് ടു ദി ഇന്ത്യൻ ക്യാമ്പ്
and the Indian soldiers, including Harnam Singh, their Subedar, sees this particular dog coming from the Pakistani side. So Pakistani side il ninnu dog nadannu varuthu kanumbo Harnam Singh is so violent with anger and he starts to shoot the dog. Ee dog ine fire cheyanayittu start cheyana because the dog comes from the Pakistani side. So shoot ചെയ്ത് കഴിയുമ്പോൾ the sound is heard and the dog is very scared of the shooting voice. So dog retreat ചെയ്യാണ് to the Pakistani side. അപ്പോൾ ഹിമ്മത്ത് ഖാൻ പറയുന്നു that the dog should go to the Indian camp and show this cardboard piece to Indian side. അല്ലെങ്കിൽ ഇന്ത്യൻ സോൾജേഴ്സിന് ഈ കാർഡ്ബോർഡ് പീസ് കാണിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഹിമ്മത്ത് ഖാൻ തിരിച്ച് ഷൂട്ട് ചെയ്യാണ് ഡോഗിനെ. സോ പാകിസ്ഥാനി സൈഡിൽ നിന്നും ഇന്ത്യൻ സൈഡിൽ നിന്നും ഫ്രം ബോത്ത് സൈഡ്സ് ദി ഫയറിംഗ് ഇസ് continued. So രണ്ട് സൈഡിൽ നിന്നും ഫയറിംഗ് വരികയാണ് ആൻഡ് ദ ഡോഗ് ഇസ് ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ദീസ് ടു ഏരിയാസ്. അവസാനം ഹിമ്മത്ത് ഖാൻ്റെ ഷോട്ട് ഡോഗിൻ്റെ കാലിൽ കൊള്ളുകയാണ് ആൻഡ് ഹിമ്മത്ത് ഖാൻ സേസ് ദ ഡോഗ് ടു ഗോ ബാക്ക് ടു ദി ഇന്ത്യൻ സൈഡ് ആൻഡ് ഡോഗ് ഡ്രാഗ്സ് ഹിംസെൽഫ് ടു ദി ഇന്ത്യൻ സൈഡ് ആൻഡ് അവസാനം ഹാർണം സിംഗ് ഫയർ ചെയ്യാണ് ആൻഡ് ദി ഡോഗ് ഇസ് ഡെഡ്. ആൻഡ് ഹിമ്മത്ത് ഖാൻ ഡിക്ലെയർസ് ദിസ് ഡോഗ് ആസ് എ മാർട്ടിയർ, ഒരു രക്തസാക്ഷിയായിട്ട് ഹിമ്മത്ത് ഖാൻ ഈ ഡോഗിനെ ഡിക്ലെയർ ചെയ്യാണ്. സോ ദി സ്റ്റോറി ഇസ് എ സറ്റയർ വിച്ച് മോക്സ് ബ്ലൈൻഡ് പേട്രിയോട്ടിസം. ഈ ഒരു ബ്ലൈൻഡ് പേട്രിയോട്ടിസിനെ മോക്ക് ചെയ്യാനായിട്ട് എഴുതിയേക്കുന്ന ഒരു സ്റ്റോറിയാണ്, ഒരു സറ്റാരിക്കൽ സ്റ്റോറിയാണ് ദ ഡോഗ് ഓഫ് തിത്വോൾ. ആൻഡ് ദ ഡോഗ് റെപ്രസെൻറ്റ്സ് ദ റെഫ്യൂജീസ്. ദാറ്റ് പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റെഫ്യൂജീസിനെ, അഭയാർത്ഥികളെ സിംപിളൈസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ റെഫ്യൂജീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് ഡോഗ് എന്ന് പറയുന്നത്. Because just like the dogs, refugees also have no nationality. റെഫ്യൂജീസിനും ഈ ഡോഗിനെ പോലെ തന്നെ നാഷണാലിറ്റി ഇല്ല. ദേ ഗോ ടു പ്ലേസസ് ഫോർ ഫുഡ് ആൻഡ് സെക്യൂരിറ്റി. ഫുഡും സെക്യൂരിറ്റിയും എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പ്രതീക്ഷിച്ച് ദേ ആർ ട്രാവലിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ് വിത്ത് നോ നാഷണാലിറ്റി. പക്ഷേ ദേ ആർ ടോർച്ചേർഡ് ബൈ ദി ബ്ലൈൻഡ് പേട്രിയോട്ടിസം ഓഫ് ദീസ് പീപ്പിൾ. ഓക്കെ, സോ ഈ റെഫ്യൂജീസിനെയൊക്കെ ടോർച്ചർ ചെയ്യുന്നത് ഈ ബ്ലൈൻഡ് പേട്രിയോട്ടിസമാണ്. ആൻഡ് we divide our land into different boundaries and adine troubled ആവുന്നത് ഇതുപോലുള്ള refugees ആണ്. So this is a perfect satirical account which stands for the rights of refugees. refugeesന് വേണ്ടി സംസാരിക്കുന്ന ഒരു കൈൻഡ് ഓഫ്